അസ്സലാമലൈക്കും. ഇന്നൊരു അത്താഴം തൊട്ടിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ചില അല്ലറ ചില്ലറ ചെറിയ ക്ലിപ്സൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത്താഴമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോണൊക്കെ നോക്കിയിട്ട്, സ്വാഭാവികം എല്ലാവരും നിസ്കാരത്തൊക്കെ കഴിഞ്ഞ് ഫോണ് നോക്കിയതിന് ശേഷമല്ലേ ഉറങ്ങും. ഉറങ്ങുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഞാൻ ഉറങ്ങാറുണ്ട്. ഉറങ്ങിയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. പിന്നത്തെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 3:30-4 ടൈമിലാണ് പിന്നത്തെ വീഡിയോസ് എടുക്കുന്നത്. ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഇറാനിപ്പോളയും പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രണ്ടിനും മസാല ഒന്നാണ്, പക്ഷെ ഞാൻ ചിക്കനിലാക്കുന്ന, ഉമ്മ മുട്ടയിലാക്കുന്ന ആ ഒരു വ്യത്യാസം മാത്രം. ഞാൻ എപ്പോൾ വീഡിയോസ് എടുത്ത് ഫോൺ അവിടെ വെച്ചാൽ എൻ്റെ ഇത്താത്തൻ്റെ മോള് ഓള പകരം ഒരു വീഡിയോസ് എന്തായാലും ഉണ്ടാകും. എന്നിട്ട് വീഡിയോ എടുത്തിട്ട് എൻ്റെ അമ്മനോട് പറയും അത് ഡിലീറ്റ് ആക്കണേ. ഞാൻ ഇപ്രാവശ്യം പറഞ്ഞ് ഞാൻ എന്തായാലും ഡിലീറ്റ് ആക്കില്ല, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ആ ഒരു വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം ഞാൻ എൻ്റെ ഇറാനിപ്പോൾ ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴേക്കും നമ്മുടെ ഇറാനിപ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിന് ഇറാനിപ്പോള എന്നല്ല പറയാം, ഞാൻ ഇതിനെ പിസ്സ എന്നാണ് വിളിക്കാറ്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കലാപരിപാടികൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഉമ്മ ആദ്യം സ്പൂണാണ് കൊണ്ടുവച്ചത്. ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്യാൻ സ്പൂണിനെ കൊണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ ആ സ്പൂണായിട്ട് ഞാൻ ഫോർക്കിനെ കൊണ്ട് അതൊക്കെ ഉടച്ചു വെക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കലാപരിപാടികൾ പെട്ടെന്ന് തന്നെ തീർന്നിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെടുക്കും ചിന്തിക്കുമ്പോഴാണ് തലേന്ന് നമ്മൾ മുന്തിരി പുഴുങ്ങി വെച്ചിരുന്നു, അതിന് ഇന്നടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അനിയന് 2 ജ്യൂസ് മസ്റ്റാണ്. ഓന് ഞാൻ അടുക്കള കയറുമ്പോൾ തന്നെ എന്നോട് പറയുന്ന കാര്യം, വേണേ എനിക്ക് 2 ജ്യൂസ് 3 കടിയാക്കി തരണേന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജ്യൂസിന് ഒരു ജ്യൂസ് അടിക്കുക, പിന്നെ അതിന് പകരം ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഷോർട്സിലിട്ടിരുന്നു, കാണാത്തവർ പോയി കണ്ടു നോക്കുക. എനിക്കിതിൻ്റെ റെസിപ്പി കാര്യങ്ങളെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങളാണ് ഇതൊക്കെ പഠിപ്പിച്ചതിന്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ക്വാളിറ്റിയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്താത്തൻ്റെ മോൾ വന്നിട്ട് ഫ്ലാഷ് ഓൺ ആക്കുമ്പോഴാണ് ഈ വല്ലാത്തൊരു വെളിച്ചം കാണുന്നത്. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ടാറ്റാ ബൈ ബൈ.